ഹായ് ഹലോ മിനൂസ് സ്റ്റോക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് കാലമായിട്ട് വ്ളോഗ് വീഡിയോ ഒന്നും ചെയ്യാറില്ലായിരുന്നു കേട്ടോ. ഈ കണ്ടന്റ് വീഡിയോയിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയായിരുന്നു. അപ്പോൾ വിചാരിച്ച ഒരു വ്ളോഗ് വീഡിയോ ഇട്ടാലോ എന്ന്. അങ്ങനെ നമ്മൾ കുറച്ച് ദിവസം മുന്നേ പോയതാണ് കേട്ടോ. ഇത് വീഡിയോ ഇടാൻ ലേറ്റ് ആയതാണ്. അപ്പോൾ ഈ സ്ഥലം കണ്ടിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഈ സ്ഥലത്ത് പോയവരുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ അധികം വളച്ചുകെട്ടില്ലാതെ പറയാം കേട്ടോ. ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ മിനി ഊട്ടി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ്. ഞങ്ങൾ പോകുന്ന സമയത്ത് തന്നെ ചെറിയൊരു ചാറ്റൽ മഴ കൂടി ഉണ്ടായിരുന്നുകൊണ്ട് നല്ലൊരു വൈബ് തന്നെയായിരുന്നു. അപ്പോൾ നിങ്ങൾ പോയവരുണ്ടാവാം, എന്നാലും പോകാത്തവരുണ്ടെങ്കിൽ നല്ല അടിപൊളി പ്ലേസ് ആണ് കേട്ടോ. നമ്മുടെ ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ, അതായത് കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി സ്ഥലമാണ്. ഞങ്ങളിതാ ഡെസ്റ്റിനേഷൻ എത്തിക്കഴിഞ്ഞ് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. അത് ഞങ്ങൾ നേരെ തൊട്ടടുത്തൊരു പാർക്ക് കണ്ടില്ലേ നിങ്ങൾ, അവിടെ ഞങ്ങൾ തിരിച്ചു വരുമ്പം കയറാമെന്ന് വിചാരിച്ചു. അവിടെ നിന്ന് ഒരു 100 മീറ്റർ അകലെ തൊട്ടടുത്ത് തന്നെ മറ്റൊരു പാർക്കുണ്ട്, അതായത് പെറ്റ്സ് പാർക്കാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം അവിടെ പോയിട്ട് തിരിച്ചിങ്ങോട്ട് വരുന്ന സമയത്ത് ഇവിടെ കയറാമെന്ന് വിചാരിച്ചിട്ടാണ്. അത് ഞങ്ങളിതാ മിനി ഊട്ടി പെറ്റ്സ് പാർക്കിലേക്കാണ് കയറുന്നത്. ഇവിടെ എന്ന് വെച്ചാൽ എല്ലാ തരം പെറ്റ്സുകളും ഉണ്ട്. നമ്മൾ കണ്ടതും നമ്മൾ കാണാത്തതുമായിട്ടുള്ള പലതരം പെറ്റ്സുകളുണ്ട്. അങ്ങനെ പെറ്റ്സ് പാർക്കിലേക്ക് കയറുന്ന സമയത്ത് ഈ പാമ്പുണ്ടെന്നൊക്കെ ഞങ്ങൾ മുന്നേ പറയുന്നത് മിയാച്ചി കേട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മിയാച്ചിന് നല്ല പേടിയായിട്ട് വലിച്ചു കൊണ്ടുപോയതാണ്. അപ്പോൾ ഞങ്ങൾ കയറിയ ഉടനെ തന്നെ നല്ല കിളികളുടെ സൗണ്ടാണ് കേൾക്കുന്നത്. ഒരുപാട് തരം കിളികളാണ് ആദ്യം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ ചെറിയ ചെറിയ രീതിയിലുള്ള പെറ്റ്സും അവിടെ ഉണ്ട്. അപ്പോൾ ഈ പെറ്റ്സ് പാർക്കിലെ ബാക്കി വിശേഷങ്ങളെല്ലാം ഞാൻ വീഡിയോയിൽ കാണിക്കാം. നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. അങ്ങനെ കുറേ നേരം മീനുകളെ
പ്രാവുകളായിട്ടും കിളികളായിട്ടും കളിച്ചതിന് ശേഷം ഞങ്ങൾ അവിടുന്ന് ആ ഒരു ഇതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് അവിടെ ഒരു ചേട്ടൻ ചെറിയൊരു അണ്ണാൻ കുഞ്ഞിനെടുത്ത് ഇങ്ങനെ കയ്യിൽ വെച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏട്ടൻ്റെ കയ്യിൽ വെച്ച് കൊടുത്തു. ആ അണ്ണാൻ കുഞ്ഞ് ഇങ്ങനെ കയറുന്നത് കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ ലക്ഷ്മി മിയാച്ചൊക്കെ കുറേ നേരം ഇങ്ങനെ നോക്കിയിരുന്നു. കണ്ടപ്പോൾ എനിക്ക് നല്ല കൗതുകം തോന്നി. അപ്പോൾ ഒന്ന് കയ്യിലെടുത്ത് വെക്കണം തോന്നി. അപ്പോൾ ഞാൻ ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഏട്ടൻ മെല്ലെ എൻ്റെ ഷോൾഡറിലേക്ക് എടുത്ത് വെച്ചു. ആദ്യമൊക്കെ നല്ല രസം തോന്നി കേട്ടോ. പിന്നെ അതിൻ്റെ കാലിങ്ങനെ അത് പെട്ടെന്ന് മേലോട്ട് കയറി കഴിഞ്ഞപ്പോൾ ഞാൻ ആകെ പേടിച്ച് ബഹളം വെച്ചു. അത് കഴിഞ്ഞതിന് ശേഷം പാമ്പിനെയാണ് അവരെടുത്ത് ഏട്ടൻ്റെ കഴുത്തിലിട്ടത്. ഏട്ടൻ നല്ല കൂളായിട്ട് അതിനെടുത്ത് കഴുത്തിലിട്ടു. ധൈര്യം എന്താണെന്ന് വെച്ചാൽ പാമ്പിന് പല്ലൊന്നും ഉണ്ടാവില്ലല്ലോ, ആ ധൈര്യത്തിലാണ്. എന്നാലും അത് ഇടുന്ന കണ്ടപ്പോൾ ഭയങ്കര ഒരു പേടി തോന്നി. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ ഇട്ടിട്ടില്ല. പിന്നെ ഞങ്ങൾ കുറച്ച് പുറത്തേക്ക് വരുമ്പോൾ ഇതേപോലുള്ള കുറച്ച് നല്ല പെറ്റ്സൊക്കെ അതിൽ ഇങ്ങനെ നടന്നു പോകുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് മുന്നോട്ടേക്ക് പോയ കുട്ടികളെ പാർക്കാണ്. അവിടുന്ന് കുറേ നേരം ഞാനും ഒന്ന് ഒലിഞ്ഞു. ആ ഒരു ഒലിയുന്നത് സംഭവം കാണുമ്പം ഒന്ന് കയറി ഒലിയാൻ തോന്നിപ്പോവും അല്ലേ. അപ്പോൾ അങ്ങനെ ഒലിയൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ ആ തീവണ്ടി ഉണ്ടായിരുന്നു കുട്ടികൾ കളിക്കുന്ന. അപ്പോൾ ആ തീവണ്ടിയിൽ ലക്ഷ്മിയും മിയാച്ചൊക്കെ കയറി അങ്ങനെ അവർ കുറച്ച് നേരം അതിൽ നന്നായി. അങ്ങനെ പാർക്കിൽ കുറേ നേരം കളിച്ചു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് ഊഞ്ഞാല കണ്ട സമയത്ത് ഞങ്ങൾക്ക് ഒന്ന് ആടുന്നു തോന്നി. അപ്പോൾ ഞാൻ നേരത്തെ ഇങ്ങനെ കുറച്ച് നേരം ഊഞ്ഞാലൊക്കെ ആടി. പിന്നെ അപ്പോഴേക്കും ലക്ഷ്മിക്കും മിയാച്ചിനൊക്കെ വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഐസ്ക്രീം ഒക്കെ കഴിച്ചുകൊണ്ട് ഞങ്ങൾ നേരത്തെ വണ്ടി പാർക്ക് ചെയ്ത സമയത്ത് അവിടെ തന്നെ ഒരു പാർക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ അടുത്തതായിട്ട് ആ പാർക്കിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അവിടെയാണ് ഗ്ലാസ് ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉള്ളത്. പക്ഷേ ഇപ്പുറത്തുള്ള പാർക്കിലും ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട് കേട്ടോ. 2 ഗ്ലാസ് ബ്രിഡ്ജ് അവിടെ വരുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ ഇവിടെ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തുള്ള ആ പാർക്കിലേക്ക് പോയിട്ട് അവിടുത്തെ ഗ്ലാസ് ബ്രിഡ്ജിലാണ് കയറിയത്. 100 rupees ആണ് കേട്ടോ ഗ്ലാസ് ബ്രിഡ്ജ് കയറാൻ വേണ്ടിയിട്ട് അവിടുത്തെ ചാർജ് വരുന്നത്. എൻട്രി ഫീസ് 30 രൂപയാണ് വരുന്നത്. അങ്ങനെ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറിയ സമയത്ത് കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ഒന്നാമത് ഈവനിങ് ആയിരുന്നു, ഒരു 4 മണി 4:15 സമയത്തായിരുന്നു കേട്ടോ. ലക്ഷ്മിക്കും മിയാച്ചിനും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അവർ ഇതിന് മുന്നേ ഞങ്ങൾ 900 കണ്ടി ഗ്ലാസ് ബ്രിഡ്ജിൽ കയറിയിട്ടുണ്ട്. പക്ഷെ അതിനേക്കാളും എന്താ പറയുക, അത് ഇവർ കുറച്ചുകൂടി ചെറിയ സമയത്താണ് പോയത്. പക്ഷെ ഇപ്പം അത്യാവശ്യം അറിയാനായ സമയമായതുകൊണ്ട് തന്നെ അവർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് തോന്നി. പിന്നെ അവിടെ സൈക്ലിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടു. ആ ഗ്ലാസ് ബ്രിഡ്ജിന് മുകളിൽ നിന്ന് കാണുന്ന വ്യൂ ആണ് കേട്ടോ ഇത്. എന്തായാലും മൊത്തത്തിൽ നല്ല അടിപൊളിയായിരുന്നു. അവിടെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നെങ്കിലും നമുക്ക് എൻജോയ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറേ സമയം കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് അവിടെ തന്നെ കുറേ സമയം നിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഗ്ലാസ് ബ്രിഡ്ജിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പിന്നെ ലക്ഷ്മിക്കും മിയാച്ചിനും ഈ യന്ത്രൂഞ്ഞാൽ കണ്ടപ്പോൾ അതിൽ കയറണം തന്നെ ഭയങ്കര ആഗ്രഹം കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് പേടിയാണത്. എന്നാലും ഞാൻ അവർക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാനും കയറി ബെൽറ്റൊക്കെ ഇട്ടിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ നന്നായിട്ട് കൂക്ക് വിളിച്ചിട്ടുണ്ട് പേടിച്ചിട്ട്. സംഭവം പറയുമ്പോൾ അവിടെ നല്ല കുറച്ച് അധികം സ്പീഡിലൊന്നും അല്ല അത് പോയത്. സാധാരണയായിട്ട് നല്ല സ്പീഡിലാണ് പോവാറ്, പക്ഷെ ഇത് അധികം സ്പീഡൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ അവരുടെ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ഞാനും പോയിരുന്നു. എൻ്റെ മുഖം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എത്രത്തോളം പേടിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഫേസിൽ കുറച്ച് ചിരിയൊക്കെ വരുത്തിയിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ നല്ല ടെൻഷനും പേടിയുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് ബാക്കി വീഡിയോസിൽ കാണാം. അങ്ങനെ ഒരു തരത്തിൽ ആ യന്ത്രൂഞ്ഞാലിന് താഴെ ഇറങ്ങിയപ്പോഴാണ് ശ്വാസം നേരെ വീണത്. എന്താ പറയുക, എനിക്ക് നല്ല ടെൻഷനാണ്. എനിക്ക് അതിനകത്ത് കയറാൻ ഭയങ്കര പേടിയാണ്. പിന്നെ ഇവരെ നിർബന്ധിച്ചത് കാരണം കയറിയതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഏകദേശം അവിടെയൊക്കെ ഫുൾ കറങ്ങി നടന്ന് കണ്ടു, എൻജോയ് ചെയ്തു. അതിനുശേഷം ഉപ്പിലിട്ട മാങ്ങയും വെള്ളവും ഒക്കെ വാങ്ങിച്ച് ഞങ്ങളിതാ കാറിലേക്ക് കയറാൻ വേണ്ടി പോവാണ് കേട്ടോ. ഏകദേശം സമയം ഒരു 5:30-6 മണി ആ ടൈം ആവാനായിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ അധികം ലേറ്റ് ആവണ്ടെന്ന് വെച്ചാൽ ഇവിടുന്ന് ഞങ്ങൾക്ക് 1.5 മണിക്കൂറോളം യാത്രയുണ്ട് ഞങ്ങളെ നാട്ടിലേക്ക്. അങ്ങനെ ഞങ്ങളിതാ വേഗം വണ്ടി എടുത്തു തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഈ കുട്ടി വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പം അടുത്ത വീഡിയോ ആയി കാണുന്നവരെ സൈനിങ് ഓഫ് ന്യൂസ് ടോക്സ്. താങ്ക് യു ഫോർ വാച്ചിങ്.